അപ്പൊ പ്രേക്ഷകരെ നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ഏകദേശം റെഡാണ്. പിന്നെ നടുവിലൊരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആയി റെഡ് ഉണ്ട്. രമിക്ക് ക്രിസ്മസ് ആവണം, കേക്ക് തിന്നണം, വൈനടിക്കണം. പിന്നെ അതല്ല മതിച്ചേട്ടാ, ഇതെന്താ പ്രണയത്തിനോട് കടുത്ത വിരോധമാണോ? ഇല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് വന്നിരിക്കുന്നത് നമ്മള് വേഷവിധാനങ്ങളിലല്ലോ, മനസ്സിലല്ലേ? മനസ്സിൽ. സാറേ റെഡിലോട്ട് എത്തിയൂല, ഒരു ചേർച്ചയുണ്ട്. അതെ, എന്തൊക്കെയോ ഒരു ചേർച്ചയുണ്ട്. ഒരു വ്യത്യാസം വേണ്ടേ? ഇതിലും ഭേദം ഒരു വൈറ്റ് ഇടുന്നതായിരുന്നു. റെഡ് ആണെന്ന് പറഞ്ഞൊരു പിങ്ക്. ഒരു വ്യത്യാസം വേണ്ടേ? കാരണം നിങ്ങൾ എല്ലാരും റെഡ്. ചെവി വെക്കാൻ പോണോ? രമിക്കറിയാം, രമിക്ക് എവിടാ വെക്കണ്ടെന്ന് അറിയാം. ഹൃദയത്തിലാ വെച്ചിരിക്കുന്നത്. ഒരു ചീഞ്ഞ റോസ് അപ്പൊ ദാ ഇന്ന് ഫെബ്രുവരി 14 പ്രണയിച്ചവർക്കും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും ദാവീദ് എന്നുള്ള പടം ഇന്ന് റിലീസായി. എന്താണ് രണ്ട് വാക്ക് ആ സിനിമയെ കുറിച്ച് പറയാനുള്ളത്? മിക്കവാറും താങ്കള് ഈ അടിയും പിടിയും വായിക്കുകയാണ്. ഇതിനകത്ത് വേറെ വല്ല തല്ലാണോ അതോ? ഇന്നിപ്പോ പടം റിലീസായി, ഭയങ്കര സന്തോഷമുണ്ട്. എല്ലായിടത്തുനിന്നും നല്ല പോസിറ്റീവ്. ഞാനതിന്റെ പോസ്റ്റേഴ്സ് പല സ്ഥലത്തും കണ്ടു. അപ്പൊ ഇങ്ങനെ ബോക്സിംഗിന്റെ വേഷത്തിൽ നിൽക്കുന്ന നാടനടിയും ഉണ്ട്, പക്ഷെ ഇതൊരു അടിപ്പടം മാത്രമല്ല, ഇതൊരു ഫാമിലി ഇമോഷൻ ക്യാരി ചെയ്യണ ഒരു സിനിമയാണ്. അപ്പൊ മൊത്തത്തിൽ എല്ലാവർക്കും ഇപ്പൊ ഭയങ്കരമായിട്ട് അവർക്കൊക്കെ എല്ലാവർക്കും ഫാമിലിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷത്തിലാണ്. അതിന്റെ ഇടയിൽ ഇവിടെ വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഈ പാന്റിലും അതാണോ ഈ ഗുസ്തിയുടെ സാധനം? പാന്റില് മാത്രോ? ടീഷർട്ടിന്റെ പുറകില് പാന്റില് ദാവീദുമയമാണ്. ഒരു രണ്ട് ഈ ഗുസ്തിയുടെ രണ്ട് സ്റ്റെപ്പ് ഡെയിനിലൊന്ന് കാണിച്ചു. അതുപോലെ ഷൂട്ടിന്റെ പുറത്ത് എനിക്ക് ഇടയ്ക്ക് ഇടി കിട്ടാറുണ്ട്. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. രണ്ടുപേരും എന്റെ പേഴ്സണലി ഭയങ്കര അടുത്ത രണ്ടാൾക്കാരാണ്. അപ്പോ ഇവരെ ഈ ഒരു വേദിയില് കാണാൻ പറ്റി. അപ്പൊ ഇവരുടെ പടം ഇപ്പൊ റിലീസ് ആയിരിക്കുകയാണ്. നല്ല റെസ്പോൺസ് ആണ് പുറത്ത്. നമ്മുടെ ഡെയിൻ നിങ്ങളൊരു ഒരു നല്ല റോള് കൊടുക്കണ്ടല്ലായിരുന്നു പെപ്പെ ഇതില്? പെപ്പയുടെ ഉടൻ തന്നെ അഭിനയിക്കും അല്ലേ പെപ്പെ? ഇതേതാണ്ട് ചോദിക്കുമ്പോ അച്ഛന്റെ അടുത്ത് ചോദിക്കുന്നു, അല്ലേ പപ്പേ? ഇപ്പൊ അതില് എന്താണ് അതിന്റെ ക്യാരക്ടർ മെയിൻ ആയിട്ട്? എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അബു എന്നാണ് ക്യാരക്ടറിന്റെ നെയിം. ഒരു ബോഡി ഗാർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു ആസ്ഥാന മടിയനായിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടി. ഓ അത് ശരി. ലിജോ മോള്? ഞാനിതില് പെപ്പയുടെ വൈഫായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ മടിയനായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ആ വീടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന അത് തന്നെ ആ ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ക്യാരക്ടറിനെ. ഞങ്ങള് വിചാരിച്ച പോലെ തന്നെ ഇവൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫാമിലി ഇമോഷനെയും കൂടി നമ്മൾ പറഞ്ഞു പോകുന്ന സിനിമയാണ്. ഒരു ക്യൂട്ട് ഫാമിലി ഡ്രാമയും കൂടി. അപ്പൊ അത് ആളുകൾ ആ രീതിയിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ലിജിമോൾ ഉണ്ടോ പറയണോ? പിന്നെ പടം ഹിറ്റല്ലേ? ഇതിനുവേണ്ടി ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ? 96 ആയിരുന്നു എന്റെ വെയിറ്റ്. അതൊരു 74 ആയി ദാവീദിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പൊ അത്രയും മെന്റലി ഫിസിക്കലി നല്ല രീതിയിൽ ബോക്സിംഗ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് ഈ സിനിമ ദാവീദിനെ കുറിച്ച്? അതായത് ഇപ്പോ ഇന്നിപ്പോ നല്ല റിവ്യൂ ആണ്. അപ്പൊ എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുക, കണ്ടവർ പിന്നെയും കാണുക, ഞങ്ങളെ വിജയിപ്പിക്കുക. നമ്മുടെ പരിപാടി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ വളരെ നല്ല പരിപാടിയാണ്. ഒരു ചടങ്ങുണ്ട്. എന്താണ് ചടങ്ങെന്താ? പറഞ്ഞു കൊടുത്തില്ലായിരുന്നു. ഇനിയിപ്പോ വന്നില്ലെങ്കിലോ 4 വരി പാടാതെ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. കാരണം ഇതൊരു മ്യൂസിക്കൽ പ്രോഗ്രാം ആയതുകൊണ്ട് പാട് ചേട്ടാ. തുണ്ടടിക്കാ മതി. അതല്ല, അദ്ദേഹം പാടും. നോക്കൂ. അമ്പലപ്പുഴേ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ വന്നുവോ, കൽവിളക്കുകൾ പാടി മിന്നി നിൽക്കവേ എന്തു നൽകുവാനെന്നെ കാത്തുനിന്നുവോ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ
ദേവകന്യയായോടി വന്നതാണു ഞാൻ. സൂപ്പർ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം നെയ്യോടി വന്നു. പാടാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട്. അതെ ആക്ഷൻ സോങ് ആയിരുന്നു അവിടുന്ന്. രണ്ടുപേർക്കും ഇങ്ങനെ ഉണ്ട്. ഓടില്ല. ഇന്നത്തെ ദിവസത്തിന് പറ്റിയ പാട്ടാണ്. അതെ 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 അതെ. അപ്പൊ എല്ലാവിധ ആശംസകളും. അതെ. എന്തായാലും പടം ഹിറ്റായി, വിജയിക്കട്ടെ. ഇനിയും എന്താണ് ബമ്പർ ഹിറ്റ് ആവട്ടെ, മെഗാ ഹിറ്റ് ആവട്ടെ, യെസ് അല്ലേ? സൂപ്പർ അങ്ങനെ- ഡൂപ്പർ ഹിറ്റ് ആവട്ടെ. അതെ. അതെ യെസ്. പിന്നെ ഇന്ന് പടം റിലീസായുള്ളൂ, ഇല്ലാത്ത സമയത്ത് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവർ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ Thank ഒരു you. വലിയ കാര്യം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.